മോനു എണീക്ക്. എടാ ഇന്ന് നിന്റെ കല്യാണല്ലേ? നല്ലൊരു ദിവസമായിട്ട് ചെക്കന്റെ കിടപ്പ് കണ്ടില്ലേ? മോനു ഒന്ന് എണീക്ക്, ഒന്ന് എഴുന്നേക്കടാ. രാത്രി മുഴുവൻ നിനക്ക് എന്തായിരുന്നു ജോലി? കെട്ടാൻ പോണ പെണ്ണിന്റെ പടവും വരച്ചിരുന്നതാ, ദാ നോക്കിയേ. മോനു എഴുന്നേൽക്കുന്നുണ്ടോ? എന്റെ സ്വഭാവം മാറേ. അതിന് അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? താലി തന്നാ മതി, കെട്ടാൻ ഞാൻ റെഡി. ദേ മുഹൂർത്തം തെറ്റിയാ പിന്നെ കല്യാണം മുടങ്ങൂട്ടോ. ലേറ്റ് ആയാലോ എന്ന് കരുതി ഞാൻ ഇന്നലെ റെഡിയായി കിടക്കുക അമ്മേ. അത് കണക്കി എങ്ങനെയുണ്ട്? ഓ ഇനി എന്തെല്ലാം കാണണം. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരുന്നോടി, ഒരുമ്പം പൂക്കൊമ്പത്താടുന്നോടി, അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി. വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിൽ നിറയെ പൊന്ന്. ഓ കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരുന്നോടി, വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിൽ നിറയെ പൊന്ന്. ഓ കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരുന്നോടി. തട്ടും തട്ടാരേ ഹോ താലിക്കെന്തു വില, പട്ടോല പൂപ്പന്തൽ കെട്ടാമെട്ടു നില, കാണാം കൈതോലേ ഹോ പൂവിനെന്തു വില, കാർകൂന്തൽ മൂടുമ്പോൾ കണ്ണിൽ ചന്ദ്രകല. ഹോ ചെറുകണ്ണു ചേലിൽ കുറി വരയ്ക്കാൻ കുറുനില ചീന്തിൽ ഹരിചന്ദനം. കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരുന്നോടി. ഓലച്ചങ്ങാലിയോ ചേലക്കെന്തു വില, ഓലോല കയ്യിന്മേൽ തട്ടിയോട്ടുവള, വാടാ പാപ്പാത്തിഹോ വേണം തൂഷനില, വാതുമ്പ ചോറുണ്ണാൻ കണ്ണൻ വാഴയില. ഓ കണി തിങ്കൾ കാറ്റും മണിപ്പപ്പടം, വിളമ്പും നിലാവാൽ പാൽ പായസം. ഓ കല്യാണ കച്ചേരി പാടാമെടി, കച്ചേരിക്കാരാനും പോരുന്നോടി, ഒരുമ്പം പൂക്കൊമ്പത്താടുന്നോടി, അമ്പാട്ടെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി. വെയിലേ വെയിലേ വെറുതെ തരുമോ
അയ്യയ്യ. എടാ മോനു, ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? എത്ര നേരായി വിളിക്കുന്നത്? നിനക്ക് ജോലിക്കൊന്ന് പോണ്ടേ? എടാ മോനു. ദൈവമേ, കണ്ടതൊക്കെ സ്വപ്നായിരുന്നോ? ഷേ, ഇതൊക്കെ ഞാൻ എപ്പോഴാ ഇട്ടേ? എടാ നീ അവിടെ എന്തെടുക്കുവാ? പോയി കുളിക്കടാ. അല്ല അമ്മേ, ഞാനീ കല്യാണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കല്യാണക്കാര്യം ഇവിടെ മിണ്ടിപ്പോരുന്നു. മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല ചെക്കൻ്റെ ഒരു പൂതി. ചിരിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്റെ മുത്തേ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നല്ല സമയെടുക്കും. അതുവരെ ക്ഷമിക്ക എന്റെ പാറു. എന്റെ പാറു, നിനക്ക് ഇത്ര മോശപ്പെട്ട തലയിലെടുത്തു. അതല്ല പാറു, അമ്മ പറഞ്ഞ കേട്ടില്ല, മോട്ടേന്ന് വിരിഞ്ഞില്ല. യെസ് കലക്കി യെസ് യെസ് ആൻഡ് ഫാമിലി. യശ് ആൻഡ് ഫാമിലിയുടെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. സൂപ്പർ. ഇത് യശിന്റെ അമ്മ ഓൾറെഡി നമ്മുടെ ഫ്ലോറിൽ വന്നിട്ടുള്ള ആളാണ്. ഇതാണ് യശിന്റെ അനിയത്തി. നമ്മൾ ഓൾറെഡി ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോ നമുക്ക് എല്ലാവർക്കും. എൻ്റെ പേര് അനുപമാണ്. ഞാൻ ചേട്ടൻ്റെ അനിയത്തിയാണ്. ഓക്കെ, എന്താണ് ചെയ്യുന്നതെന്ന് കൂടെ പറ. ഞാനിപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സ് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാം ഒക്കെ എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. എല്ലാവരും പ്രാർത്ഥിക്കണം. അനുപമ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്ന് ഹിന്ദിയിൽ പറയോ? हेलो एवरीबॉडी, मेरा नाम अनुपमा है और मैं यश की बहन हूँ. ഇതാണ് ഞാൻ ചോദിക്കാൻ എതിരുന്നത്. കാരണം ഞാൻ ചേട്ടന്റെ അനിയത്തിയാന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ ഈ കുറുമ്പത്തിയെ കണ്ടപ്പോഴേ തോന്നി ചേട്ടാന്ന് വിളിയൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് പേരായിരിക്കും. അല്ല, ചേട്ടനാണ് വിളിക്കുന്നത്. വിളിക്കോ? അവിടെ മാത്രം ചേട്ടൻ വിളിക്കുന്നവരെ പെട്ടെന്ന് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് വയ്ക്കാൻ യഷ് കി ബഹൻ ഹൂന്ന്. ഭയ്യൊന്നുമില്ല അവിടെ. ഓക്കെ, എന്തുവായിരുന്നു അമ്മേനെ ആദ്യം ഒന്ന് എടുത്ത് പറയട്ടെ. അമ്മയുടെ ഡാൻസ് അമ്മ ഇന്ന് മാസായിരുന്നു. അമ്മ മാസായിരുന്നു. അമ്മ ശരിക്കും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പലതരം ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അമ്മ ഒന്ന് കേൾക്കട്ടെ? ഭരതനാട്യം കളിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ മറ്റേ ഗ്രൂപ്പ് ഡാൻസ് ടൈപ്പ് ഒപ്പന, തിരുവാതിര കളി, മാർഗം കളി, ഇതെല്ലാം കളിച്ചിട്ടുണ്ട്. കവർ ചെയ്തു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു കാണാൻ. സൂപ്പർ സർപ്രൈസ് ആയിരുന്നു. അതെ, അനുപമയ്ക്ക് ഓൾറെഡി ഡാൻസ് ആണ് ഭയങ്കര ഇഷ്ടം എന്ന് യശ് നമ്മളോട് പറഞ്ഞു. ഡാൻസ് ആണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ എങ്ങനെയാണ്? അടി ഇടി ബഹളം ഇതൊക്കെ ഉണ്ടോ? വീട്ടിലും ഇങ്ങനെ തന്നെ കാമാണ്. പക്ഷേ ഈ ക്ലെൻലിനെസ്സും അതിൻ്റെ ഒക്കെ പറ്റി കുറെ സ്ട്രിക്റ്റാ. ഇപ്പോൾ ഞാനും അമ്മ ചേട്ടൻ്റെ റൂമിൽ വന്നായിരുന്നു ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മളൊക്കെ ക്ഷീണിച്ച് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ടുണ്ട് റൂം. അപ്പോൾ അമ്മ ഇങ്ങനെ ബെഡിൽ ഇരിക്കാൻ ഭാവിക്കുമ്പോൾ ചേട്ടൻ അമ്മ ഷൂസ് ഒന്ന് ഊരിയിട്ടാ മതി. അതൊക്കെ അമ്മയെ പോലും സമ്മതിച്ചില്ല. ഇക്കണക്കിന് എന്റെ പൊന്നെ പാറു, നീ ഇതൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ. അല്ല, ഈ യശിന്റെ ഇങ്ങനത്തെ ഈ OCD പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വീട്ടില്? നിങ്ങൾ അല്ല, എന്നാലും നമ്മൾ സഫർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ടു ബി വെരി ഫ്രാങ്ക്, അവന് പാട്ട് പഠിക്കുന്ന സ്ഥലത്തില് ഒരു ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആണ്. അതവന് വേണം. അതാണ് മെയിൻലി. സുപ്രധാനമാണ്. കാരണം അതാണ് മെയിൻലി അവന്. So overall he's a very positive person. Appa positivity is there when he's there at home, definitely. Okay, yes, as usual എപ്പോഴും നന്നായി പാടുന്ന പോലെ തന്നെ ഇതും സൂപ്പറായിട്ടാണ് പാട്ട് പാടുന്നത്. ചോദിക്കാം, നമുക്ക് ചോദിക്കാമേ? ചേച്ചി എന്താ പറയാ, സൂപ്പർ പെർഫോമൻസ്. യശ് ഇവിടെ വന്ന് എന്താണ് ഇപ്പോൾ അമ്മ നിൽക്കുമ്പോൾ യശിന്റെ കമന്റ് കേൾക്കുന്നത് യശ് കൂടുതൽ സന്തോഷം അമ്മയ്ക്കായിരിക്കും. കാരണം ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങളെയും പ്രേക്ഷകരെയൊക്കെ ഞെട്ടിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് യശ്. മനോഹരമായിട്ട് പാടുന്ന ഒരാളാണ്. ഈ ആക്ടിന്റെ ഇടയിലും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടെൻഷൻ യശ് ഇങ്ങനെ അവിടെ നിന്നൊക്കെ മൂവ് ചെയ്ത് പാടുമ്പോൾ എവിടെയെങ്കിലും, കാരണം ഇത് കേൾക്കുന്ന അത്ര ഈസി അല്ല ഈ പാട്ട് പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോൾ. ഒരുപാട് സംഗതികളൊക്കെ ഉള്ളൊരു പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിളമ്പും നിലാവിൻ്റെ. അത് അസാധ്യമായിരുന്നു വെച്ചാൽ എല്ലാം പാടി വന്ന് അതൊരു അനായാസമായിട്ട് ഇങ്ങനെ അത് ഒഴുകി വന്നു. ആ സംഗതി ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഞങ്ങൾക്ക് സർപ്രൈസിങ് എലമെന്റ് ലാസ്റ്റില് പാറുവിന്റെ ഫോട്ടോ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അത് കാണിക്കില്ല, റിവീൽ ചെയ്യില്ലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അതൊരു ഭയങ്കര ഒരു
സർപ്രൈസിങ് എലിമെന്റ് ആയിരുന്നു, ചിരിപ്പിച്ചു. പിന്നെ യഷിന്റെ ഫാമിലി ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ലാസ്റ്റിൽ വന്നിട്ട് ആ ഒരു സ്റ്റെപ്പ് എല്ലാരും കൂടെ ഗ്ലാസസ് വെച്ചിട്ട് ആ സ്റ്റെപ്പ് ചെയ്തു. കൊറിയോഗ്രാഫേഴ്സ് ഞാൻ കൺവിൻസ് ചെയ്തു നമുക്ക് ഈ സ്റ്റെപ്പ് ഇട്ടേ പറ്റും. അല്ലല്ല, യഷിന്റെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്, നമുക്കത് വേണം. രണ്ടുപേരെ ഫാമിലിയിൽ നിന്നും വന്നുള്ളൂ എങ്കിലും അത് നിറഞ്ഞു നിന്നു. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. എല്ലാം കൊണ്ടും ഇതൊരു ഉത്സവം ആക്കി മാറ്റി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സർ. യശേ സർ നന്നായിട്ട് പാടി. യശേ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എനിക്ക് ആകെ ഉള്ളത് കുറച്ചും കൂടെ പവർ ആകാമായിരുന്നു. അത് ഈ ശങ്കര മഹാദേവൻ അണ്ണാച്ചിക്കാരനാണ് എനിക്ക് അതങ്ങനെ തോന്നിയത്. അല്ലാതെ മ്യൂസിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു യശ് പാടി. കുറച്ചും കൂടെ ആ അകാരത്തിനൊക്കെ കുറച്ചും കൂടെ ഒരു പുഷ് ഉണ്ടെങ്കിൽ വണ്ടർഫുൾ. ഇപ്പം തന്നെ വണ്ടർഫുൾ ആണ്. അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, സ്വർണത്തിന് സുഗന്ധം എന്ന് പറഞ്ഞ പോലെ വണ്ടർഫുൾ ആയിരിക്കും. അത് നിങ്ങൾ അമ്മ അസാധ്യം ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ യക്ഷിനെ ഒന്നും കണ്ടതേ ഇല്ല. ഞാൻ അമ്മയെ മാത്രം നോക്കി. അമ്മയുടെ ഡാൻസും പിന്നെ അടുത്ത് നിന്ന് ഈ ട്രെൻഡി അനുപമ ഡാൻസ്. എന്റെ സ്റ്റെപ്പ് ഇതൊക്കെയാണ്. യശേ എന്തെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ്, അത് പറയാതിരിക്കാൻ വയ്യ. കോറസ് അവരും ഒക്കെ നന്നായിരുന്നു കേട്ടോ മൊത്തത്തില്. അപ്പൊ ചക്കരെ അത്രേ ഉള്ളൂ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പാടി. താങ്ക് യു സർ. യശേ എനിവേസ് താങ്ക് യു, എന്നെയും കൂടെ ഈ ഒരു റൗണ്ടില് ഉൾപ്പെടുത്തി. താങ്ക് യു. ഷാനിക. യശേ സർ കാലക്കി. യശേ താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഈ കാലത്ത്. അത് യശ് ആക്ച്വലി നമ്മുടെ ഒരു വലിയൊരു സ്മൈൽ ഇവിടെ മൊത്തം സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ്. യശ് ആൻഡ് ഫാമിലി, അത് വലിയൊരു കയ്യടി യശിന് ആൻഡ് ഫാമിലി. പിന്നെ സതീഷ് ഭായിക്ക് വലിയൊരു കയ്യടി. താങ്ക് യു. ഈ ഫാമിലി റൗണ്ട് തിരിച്ചു കൊണ്ടുവന്നവർ, നിങ്ങൾ തമ്മിലുള്ള കോർഡിനേഷൻ, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കോർഡിനേഷൻ, പിന്നെ നിങ്ങളും യശുമായിട്ടുള്ള കോർഡിനേഷൻ, ആ ഒരു ഡാൻസ് മൂവ്സ്, എനിക്കിതില്ലാതെ എനിക്ക് യശ് ഇൻകംപ്ലീറ്റ് ആണ്. എനിക്ക് യശിന് അത് വേണം. നന്നായിരുന്നു യശ്. ഇതിൻ്റെ ഈ പാട്ടിൻ്റെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് കല്യാണ കച്ചേരിക്ക് മുമ്പുള്ള ആ വടിവാണ്. അതെല്ലാം നന്നായിട്ട് തന്നെ യശ് ചെയ്യുന്നത്. കാരണം അതൊക്കെ പലരും പാളി പണ്ടാരടങ്ങുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു പോർഷൻ. ആൻഡ് യു ഡിഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. എന്തായാലും യെസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. അല്ല, ബൈ ദ വേ അമ്മ, കല്യാണ ടോപ്പിക് ഒക്കെ വന്നതുകൊണ്ട് നമുക്കൊന്ന് ചോദിക്കാം, യശിന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലായിരുന്നു അമ്മ? അയ്യോ ഇല്ല മോനെ, സത്യമാണോ? ഞങ്ങൾ എത്ര ചോദിച്ചിട്ട് യശ് പറഞ്ഞില്ല. ഗേൾ ഫ്രണ്ട്സ് ആരില്ല. ആണോ അനുപമ? ചേട്ടന്റെ എന്തെങ്കിലും പൊക്കിയിട്ടുണ്ടോ? സത്യം പറ. ഇല്ല, ഇപ്പോഴത്തേക്കില്ല. ഇല്ല അല്ലേ? ഇപ്പോഴത്തേക്കില്ല, പണ്ട് നേരത്തെ ഇല്ല, എപ്പോഴില്ല. ഇല്ല അല്ലേ? ബിക്കോസ് ചേട്ടൻ കൊറേ പൊട്ട ജോക്ക് ഒക്കെ പറയും. ഇവിടെ പറയും, ഇവിടെ പറയാറുണ്ട്. അപ്പൊ വരുന്ന പെണ്ണ് വന്ന സ്പീഡിൽ പോകും. കിട്ടുന്നില്ല, അതുകാരണം പെണ്ണ് കിട്ടുന്നില്ല. പെൺപിള്ളേരടുത്തൊക്കെ പോയി അത് പറയൂ ആരെങ്കിലും. ഏതെങ്കിലും ജോക്ക് ഓർമ്മയുണ്ടോ ചേട്ടൻ പറഞ്ഞേ? ഓർമ്മ. നമുക്കൊന്ന് കേൾക്കാം. വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നെങ്കിൽ നമ്മൾ ബൈ പറയത്തില്ലേ? ഏത് പച്ചക്കറിന്റെ പേര് പറഞ്ഞിട്ടാ നമ്മൾ ബൈ പറയുന്നത്? ഏത് പച്ചക്കറിന്റെ പേര് പറഞ്ഞിട്ടാണ് പൊട്ടാറ്റോ. ഞങ്ങൾ രാജിവെച്ച് അത് കൊള്ളാം, നല്ലതായിരുന്നു. ചേച്ചി കണ്ടുപിടിച്ചത് എനിക്കതൊക്കെ ഇഷ്ടമാണെന്നൊക്കെ. ചേച്ചി ഇതും പറഞ്ഞ പുറത്തിറങ്ങാം. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഡാൻസ്. അല്ല ചേച്ചി, കല്യാണം എന്നൊക്കെ ഉറപ്പ് സദ്യയൊക്കെ കൂടെ വേണമായിരുന്നു. സദ്യ ശരിക്കും ഞാനത് മിസ് ചെയ്തു കേട്ടോ. പിന്നെ സദ്യ ഇല്ലാത്ത സ്ഥിതിക്ക് സദ്യ വിളമ്പിയാലോ? ഓ, എന്തോ ഓർമ്മകൾ. പക്ഷെ സദ്യയിൽ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ രസമായിരിക്കുമല്ലോ. അത് കുഴപ്പമില്ല. എന്തോന്ന് കേക്കാം. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കോഴിക്കോട്ടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തതും ചോറ്. കൊച്ചിയിലങ്ങാടിയിലെ കൊച്ചിക്കന്റെ ഹോട്ടലിലെ വെച്ചുള്ള കരിമീന്റെ ചാറ്, മുന്നിലെ വെച്ചാലോ മാറും നമ്മളെ മോറ്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ ചോറ്. കൊല്ലത്തുള്ളൊരു ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളേച്ചന്റെ അവിയല് പൊരിയല് തീയല് കണ്ടാൽ ചോള്. കായൽ ആവിക്കപ്പല് മൂളി വരുന്നൊരു ചുയേല്. കോഴിക്കോടങ്ങാടിയിലെ കോയാക്കാന്റെ കടയിലെ കോയിന്റെ കറിയുടെ ചാറ്, വായക്ക വറുത്തത് ചോറ്. കോഴിക്കോട്ടങ്ങാടി
റോഡിലെ കോയാക്കാന്റെ കടയിലെ കൊയിന്റെ കറിയുടെ ചാറ് ആഹാ, കായ്ക്ക വറുത്തത് ചോറ്. അതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ. സൂപ്പർ സൂപ്പർ, താങ്ക് യു. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ ചേച്ചി. യശ്, മാം. ഈ പെർഫോമൻസിന് 9.6. ഓ സൂപ്പർ. ശരത് സർ 9.6 മാർക്ക്. താങ്ക് യു സർ. ഗുഡ് ശരിക്ക. യശ് സർ താങ്ക് യു സർ. ഓക്കെ, അപ്പൊ യശിന്റെ ഫാമിലി റൗണ്ടിൽ യശിന് കിട്ടുന്ന മാർക്ക് 19.2. അടിപൊളി. സൂപ്പർ സ്റ്റാർ.